ബാബറി മസ്ജിദ് തകർത്ത അന്നാണ് വാത്സല്യത്തിലെ പാട്ടെഴുതുന്നത്. രാമന് പോലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് തനിക്കത് തോന്നിയത്. പാട്ടിലെ രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി എന്ന വരികൾ അറിയാതെ വന്നതാണെന്ന് കൈതപ്രം. ഇസ്ലാമിസ്റ്റുകൾക്ക് എപ്പോൾ പ്രശ്നമുണ്ടായാലും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്ന അവരുടെ ഉറ്റതോഴൻ അവർക്ക് വേണ്ടി എഴുതാനുണ്ടാകും. ആർക്കും അധികം അറിയാത്തൊരു കാര്യം പറയാം, ഓർമ്മയുണ്ടാവില്ല പലർക്കും. മാറാട് കൂട്ടക്കൊല കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മാറാട്ടെ ഹിന്ദു വീടുകളിൽ ഒരു സമാധാന സന്ദർശനം നടത്തിയിരുന്നു. ഗൾദാൾ മുഹമ്മദ് അലിയുടെ ദല്ലാളെയാണ് സന്ദർശിച്ചതെന്ന് മാത്രം. കൈതപ്രം എന്ന ഒറ്റുകാരനെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. അന്ന് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത SP SM പ്രദീപ് കുമാർ മറുനാടൻ മലയാളിയുമായി നടത്തിയ അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഏറെ പ്രമാദമായ ഒരു കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ അസ്വാഭാവികമായി തോന്നുന്ന ചെറിയ സംഭവങ്ങൾ പോലും അന്വേഷിച്ച് പിടിച്ചു കയറേണ്ടി വരും. 1-2 കാര്യങ്ങളാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ ചോദ്യം ചെയ്യാൻ കാരണമായത്. രണ്ടാം മാറാട് കലാപം നടന്ന സമയം മാറാട്ടെ അരേ ജനസമുദായക്കാർ തീർത്തും രോഷാകുലർ. മന്ത്രിമാർക്കോ ജനപ്രതിനിധികൾക്കോ പോലും മാറാട് കാലുകുത്താൻ പറ്റാത്ത അവസ്ഥ. അതായിരുന്നു ആദ്യത്തെ ഒരാഴ്ചക്കാലത്തെ അനുഭവം. എന്നാൽ ആ ദിവസങ്ങളിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവിടെ പോകുന്നു. കലാകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മാറാടുകാർ കണ്ടത് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല എന്ന് കരുതാം. പക്ഷേ അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. കലാപത്തിൽ ഉറ്റവർ മരിച്ച കുടുംബാംഗങ്ങൾക്കെല്ലാം തൊഴിൽ തരാമെന്ന് കൈതപ്രം വാഗ്ദാനം ചെയ്യുകയായിരുന്നു. കൈതപ്രത്തിന് തിരക്കഥാരചനയും സംഗീത ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലാതെ മറ്റു ബിസിനസ്സുകളൊന്നുമില്ല. പിന്നെ എങ്ങനെ മാറാട് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് കൈതപ്രം തൊഴിൽ നൽകും? ചോദ്യം ചെയ്യലിനായി വിളിച്ചപ്പോൾ ഇതേ ചോദ്യം കൈതപ്രത്തിനോട് ചോദിച്ചു. കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് ജോലി ഉൾപ്പെടെ സഹായം നൽകാൻ തയ്യാറാണെന്ന എറണാകുളത്തെ ഒരു മുസ്ലിം വ്യവസായിയുടെ പത്രപ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു. അത് പ്രകാരം താൻ അയാളെ പോയി കണ്ടു. പിന്നീട് മാറാടെത്തിയപ്പോൾ വ്യവസായി പറഞ്ഞത് പ്രകാരമുള്ള തൊഴിലിനാണ് വാഗ്ദാനം ചെയ്തതെന്നായിരുന്നു കൈതപ്രത്തിന്റെ മറുപടി. കലുഷിതമായി നിന്നിരുന്ന മാറാടിന്റെ മണ്ണിൽ പോയി എറണാകുളത്തെ വ്യവസായിക്ക് വേണ്ടി തൊഴിൽ വാഗ്ദാനം ചെയ്താൽ എന്തായിരിക്കും അരേ സമുദായക്കാരുടെ പ്രതികരണമെന്ന് അന്ന് മാറാട് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാസർഗോഡ് പേരുള്ള ഒരു പാകിസ്ഥാൻ പൗരൻ ദുബായിൽ ഒരുക്കിയ പാർട്ടിയിൽ കൈതപ്രം ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും അത് കഴിഞ്ഞ് അധികം വൈകാതെ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ വെച്ച് സിനിമ എടുക്കാൻ കൈതപ്രം നടപടികൾ തുടങ്ങുകയും ചെയ്തു. ഗാനരചയും ഗസ്റ്റ് റോളുകളും മുഖം കാണിക്കലുമായി നിന്നിരുന്ന കൈതപ്രത്തിന് ദുബായിൽ പാകിസ്ഥാൻകാരന്റെ പാർട്ടി കഴിഞ്ഞ ഉടനെ സിനിമ പിടിക്കാൻ തോന്നുക, അതും പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ വെച്ച്. ഇതിലും അല്പം പൊരുത്തക്കേടുകൾ തോന്നിയിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു മറുപടി: ആരാണ് പാർട്ടി ഒരുക്കിയതെന്നും എനിക്കറിയില്ലായിരുന്നു. പാർട്ടിയിൽ പങ്കെടുത്ത് ഞാനൊരു മലയാളം പാട്ടുപാടി. അത് കേട്ട് പാർട്ടി സംഘടിപ്പിച്ചിരുന്ന പാക് പൗരൻ എന്നെ വന്ന് മലയാളത്തിന് അഭിനന്ദിച്ച് കെട്ടിപ്പിടിച്ചു. അയാൾക്ക് കാസർഗോഡ് വരുന്നുണ്ടെന്നും മലയാളം അറിയാമെന്നും വ്യക്തമായി. അത്ര മാത്രമേ പരിചയമുള്ളൂ. പിന്നീട് അയാളുമായി ഒരു ബന്ധവുമില്ല എന്നാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞത്. സിനിമാക്കാരുടെ ഇടയ്ക്കിടെയുള്ള ദുബായ് പാർട്ടികൾ നിരീക്ഷിക്കപ്പെടേണ്ടതാണ്. അവരുടെ തിരിച്ചുവരവുമെന്നും പ്രദീപ് കുമാർ പറഞ്ഞു. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ആസിഫിനെ വെച്ച് സിനിമ എടുക്കുകയായിരുന്നു കൈതപ്രത്തിന്റെ തീരുമാനം. ലൊക്കേഷൻ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ. മഴവിലിനറ്റം വരെ എന്നായിരുന്നു സിനിമയ്ക്ക് പേരിട്ടിരുന്നത്. മുഹമ്മദ് ആസിഫിനെ താരമായി നിശ്ചയിച്ച് കരാർ ഒപ്പിട്ടപ്പോഴത്തേക്കും അയാൾ കോഴ വിവാദത്തിൽപ്പെട്ടു. തുടർന്ന് ഇയാളെ ഒഴിവാക്കി മുഹമ്മദ് ഹാഫിസ് എന്ന പാക് ക്രിക്കറ്ററാണ് മഴവിലിനറ്റം വരയിലേക്ക് നായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കണ്ണൂരിൽ മുഹമ്മദ് ഹാഫിസ് എത്തി 2 ദിവസം ഷൂട്ടിംഗ് നടന്നു. അപ്പോഴേക്കും പാക് ടീമിന് ന്യൂസിലാൻഡ് പര്യടനം വന്നതിനാൽ ഇയാൾ പോയി. ഷൂട്ടിംഗ് മുടങ്ങിയതോടെ ഹാഫിസിനെ ഈ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി. പിന്നീട് ലണ്ടനിൽ ജനിച്ചു വളർന്ന ഒരു പാക് യുവാവിനെ നായകനാക്കി ഷൂട്ടിംഗ് പൂർത്തിയാക്കി. ശ്രീശാന്തും ചില ഭാഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കോഴ വിവാദം വന്നതോടെ ശ്രീശാന്ത് അഭിനയിച്ച ഭാഗങ്ങൾ സിനിമയിൽ നിന്നും ഒഴിവാക്കുമെന്നും കൈതപ്രം കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നു. സംഗതി എന്താണേലും മഴവിലിനറ്റം വരെ സിനിമ ഇപ്പോഴും റിലീസാവാതെ പെട്ടിയിൽ വിശ്രമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.